ഇന്ന് പകല് ഈ സാന്നിധ്യത്തിന്റെ അകത്താണ്, ഈ സാന്നിധ്യത്തിന്റെ അകത്താണ് ഞാനും നിങ്ങളുമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, നമ്മൾ സേഫ് സോണിലാണ്. ഒരു സ്വത്രം പറഞ്ഞേ, നമ്മൾ സേഫ് സോണിലാണ്. രോഗം വരാം, പ്രതികൂലം വരാം, കഷ്ടത വരാം, സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, മന്ത്രവാദങ്ങൾ നിനക്കെതിരെ വരാം, വെല്ലുവിളികൾ നിനക്കെതിരെ വരാം. പക്ഷേ സാന്നിധ്യത്തിന്റെ അകത്താണെങ്കിൽ നീ സേഫാ. ഒന്നും നിന്നെ തൊടത്തില്ല, ഒന്നും നിന്നെ തൊടത്തില്ല. ഒരു വെല്ലുവിളികളും നിന്നെ തൊടത്തില്ല, ഒരു പ്രതിസന്ധികളും നിന്നെ തൊടത്തില്ല. കാരണം നീ സാന്നിധ്യത്തിന്റെ മറവിലാണ്. ഒരിക്കലൊരു മനുഷ്യൻ ചൂര ചെടിയുടെ മൂട്ടിൽ കിടന്നു. നല്ല തണല് കിട്ടിയിട്ടുണ്ടല്ലേ, ഉണ്ടാകാം. പക്ഷെ ആ തണലത്ത് കിടന്നിട്ടും അവൻ മരിക്കാൻ ഇച്ഛിച്ചു. അർത്ഥം ഇതാണ്, ഈ ലോകത്തിൽ ആരൊക്കെ നിനക്ക് തണല് തരാൻ നോക്കിയാലും അവിടെയും നിന്റെ ജീവിതത്തിൽ നിന്നെ തകർക്കാൻ ശത്രു പദ്ധതി ഒരുക്കും. പക്ഷെ സാന്നിധ്യത്തിന്റെ മറവിൽ നീ വന്നാൽ, എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ദൈവദാസൻ പ്രസംഗിച്ചൊരു പ്രസംഗം ഞാൻ കടമെടുക്കട്ടെ. ഈ ചൂരച്ചെടിയിൽ നിന്ന് വല്ലാത്തൊരു ശ്വസിക്കുമ്പോൾ കുറേശ്ശെ നമ്മുടെ ശരീരത്തിലെ ജീവൻ നമ്മെ തളർത്തി, നമ്മളെ ശാരീരികമായി തളർത്തി മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തോ ഒരു ഗന്ധം പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഏതാണ്ട് ഒരു സംഭവം ആ ചൂരച്ചെടിയുടെ ചമയൻ ഇലകളിൽ നിന്നിങ്ങനെ പുറപ്പെടുവിക്കുന്നെന്നാ പറഞ്ഞേ. അത് ശരിയാണേലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ, ഇവിടുത്തെ പല തണലുകളിൽ നമ്മൾ ആശ്രയിച്ചാലും അവിടെയും നിന്നെ അവൻ മരണത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കത്തക്ക ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, ചില സ്വാധീനങ്ങൾ നിനക്കെതിരെ ഉണ്ടായേക്കാം. പക്ഷെ ഇന്ന് പകൽ ഈ അവന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നീ മറഞ്ഞാൽ നീ സേഫാ. സോദരം, ഞാൻ പറയട്ടെ, 6 ലക്ഷത്തിലധികം വരുന്ന ജനത്തിന്റെ ഒരു പാസ്റ്റർ ആയിരിക്കുക എന്ന് പറയുന്നത് സേഫ് അല്ലേ? നമ്മൾ പുറമേ നമ്മൾ ചിന്തിച്ചാൽ സേഫ് സോണില്ല. ആ പാസ്റ്ററുടെ പേര് മോസസ് എന്നാണ്. പക്ഷെ ഒരു ദിവസം എൻ്റെ തമ്പുരാൻ അവനെ കയറ്റി, അവിടെ കയറ്റി, സാന്നിധ്യത്തിന്റെ അകത്തോട്ട് കയറ്റി. മോശയ്ക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരാനേ തോന്നുന്നില്ല. മോശയ്ക്ക് വിചാരിച്ചത് 600,000 വരുന്ന ജനത്തിന്റെ നേതാവായി, ഒരു പാസ്റ്ററായി, ഒരു സീനിയർ പാസ്റ്ററായി ഇരിക്കുന്നതാ സേഫ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞടാ, ഇതല്ല സേഫ്. നിന്നെ നല്ലൊരു സേഫിലേക്ക്, ഒരു സേഫ് സോണിലേക്ക് ഞാൻ കേട്ടുക. എവിടെ അറിയോ? എന്റെ സാന്നിധ്യത്തിന്റെ മറവിലോട്ട്. ഈ സമയത്ത് താഴെ കുറച്ചു പേരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, അവൻ മരിച്ചു, അവൻ തീർന്നു, അവൻ അവസാനിച്ചു. പക്ഷെ അവരിതാ ചിലത് പ്രാപിച്ച് ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽ ചിലതിനൊക്കെ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ഇരുത്താൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ സാന്നിധ്യത്തിന്റെ അകത്ത് നമ്മൾ ഇരുന്നാൽ ദോഷകരമായി എന്തു വന്നാലും തൊടത്തില്ല, നിന്നെ തൊടത്തില്ല. ഏത് പ്രതികൂലം വന്നാലും നിന്നെ തൊടത്തില്ല. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. സ്വയം ഒന്ന് ചോദിച്ചേ, ഞാനിരിക്കുന്നത് സേഫ് സോണിലാണോ? ഞാനിരിക്കുന്നത് ഈ സാന്നിധ്യത്തിന്റെ മറവിൽ ആണോ? ഈ സാന്നിധ്യത്തിന്റെ മറവിലാണെങ്കിൽ അവൻ അറിയാതെ ഒന്നും നിന്നെ തൊടത്തില്ല. ഈ സാന്നിധ്യത്തിന്റെ മറവിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഒരു വെല്ലുവിളിയും നിന്നെ തൊടത്തില്ല. ഈ സാന്നിധ്യത്തിന്റെ മറവിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പ്രതികൂലം നിന്നെ തൊടത്തില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നീ സേഫ് സോണിലാണ്. ഈ സാന്നിധ്യത്തിനകത്ത് സമാധാനമുണ്ട്, ഈ സാന്നിധ്യത്തിനകത്ത് വിടുതലുണ്ട്, ഈ സാന്നിധ്യത്തിനകത്ത് രക്ഷയുണ്ട്, ഈ സാന്നിധ്യത്തിനകത്ത് ഈ ലോകം തരാത്ത പലതും അവൻ നമുക്ക് തരുന്നു. ഈ ലോകത്തിന് തരാൻ കഴിയാത്ത പലതും ഈ സാന്നിധ്യം നമുക്ക് തരും. ഒരാമേ പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് കയറാം ഈ സാന്നിധ്യത്തിലോട്ട്.
നമുക്കൊന്ന് കയറാം ഈ സാന്നിധ്യത്തിൽ. എനിക്കറിയത്തില്ല, ഹല്ലേലൂയ, നമ്മളൊക്കെ കർത്താവ് ഈ സാന്നിധ്യത്തിനകത്തോട്ടൊന്ന് കയറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാന്നിധ്യത്തിനകത്തോട്ടൊന്ന് കയറ്റാൻ ആഗ്രഹിക്കുകയാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിതൂണായി തൻ്റെ ജനത്തെ നടത്തിയ ദൈവം, തൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ മറച്ച് നടത്തിയ ദൈവം ഇന്ന് പകലും നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ സാന്നിധ്യത്തിൻ്റെ കീഴിൽ അവർ നടന്നതുകൊണ്ട് അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരുടെ വസ്ത്രം മുഷിഞ്ഞു പോയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഈ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ മന്ന പൊഴിക്കാൻ അവന് കഴിയും. ആമേ. നീ നിൽക്കുന്ന ഇടത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത്, നീ ആയിരിക്കുന്ന കാടപ്പക്ഷിയെ കൊണ്ടുവരാൻ, ചില കാറ്റുകളെ അടുപ്പിക്കാൻ ഈ സാന്നിധ്യത്തിന് കഴിയും. ഇന്ന് പകൽ ഹല്ലേലൂയ, ഇത് പറഞ്ഞ തീരത്തില്ല, ഇത് തീരാത്തത്ര കിടക്കുന്ന ഒരു ഏരിയയാണ് ആ സാന്നിധ്യം. ഇന്ന് പകൽ ഈ ഹോളിന് മേൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഭവനങ്ങളുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ ഈ സാന്നിധ്യം ഞാൻ ഇങ്ങനെ ആത്മാവിൽ കണ്ട് ഞാൻ പറയട്ടെ, ഒരു മേഘം പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ചിലരുടെ മേൽ ഇന്ന് പകൽ നീ നടക്കുമ്പോ, നീ ഇരിക്കുമ്പോ, നീ കിടക്കുമ്പോ, നീ ജോലിക്ക് പോകുമ്പോ, നീ ഇറങ്ങുമ്പോ, നീ തിരികെ വന്ന ഭവനത്തിൽ കയറുമ്പോ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഈ സാന്നിധ്യം ഒരു മേഘം പോലെ